ആലപ്പുഴ കായംകുളത്ത് രക്ഷാപ്രവർത്തനത്തിനിടെ ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ പരാതിക്കാരിയെ വൈദ്യപരിശോധന നടത്തിയ അന്വേഷണ സംഘം. കായംകുളം താലൂക്ക് ആശുപത്രിയിലായിരുന്നു വൈദ്യപരിശോധന നടത്തിയത്. റിനു ശ്രീധർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. റിനു, കേരളത്തെ ഞെട്ടിപ്പിച്ചൊരു സംഭവമായിരുന്നു. അതിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടായിരിക്കും ഇപ്പോഴത്തെ ഈ നടപടി, അല്ലേ? ഇന്ന് രാവിലെയാണ് കായംകുളം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച യുവതിയുടെ വൈദ്യപരിശോധന പൂർത്തിയാക്കിയത് അന്വേഷണ സംഘം. അത് കഴിഞ്ഞ് 164 സ്റ്റേറ്റ്മെന്റ് എടുക്കേണ്ടതായിട്ടുണ്ട്. അത് അടുത്ത ദിവസം 164 സ്റ്റേറ്റ്മെന്റ് നൽകും എന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോഴും ആ പ്രതി ഒളിവിലാണ് എന്നുള്ളതാണ്. സുനിൽ സഭ എന്ന് പറയുന്ന പ്രതി ഒളിവിലാണ് എന്നുള്ള വിവരമാണ് നമുക്ക് ഉള്ളത്. കഴിഞ്ഞ 3-ാം തീയതിയാണ് കായംകുളത്ത് തീർത്ഥാടനത്തിന് ശേഷം മടങ്ങി വരവേ ഈ യുവതി സഞ്ചരിച്ച ഓട്ടോറിക്ഷ അപകടത്തിൽപ്പെടുന്നതും തുടർന്ന് ഈ സുനിൽ സബാദ് ഉൾപ്പെടെയുള്ളവർ രക്ഷാപ്രവർത്തനത്തിന് എത്തുകയും ചെയ്തത്. അതിനുശേഷം ഈ രക്ഷാപ്രവർത്തനത്തിനിടെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് യുവതി അതിക്രൂരമായി പീഡിപ്പിച്ചു എന്നുള്ളതാണ്, ശാരീരികമായി ഉപദ്രവിച്ചു എന്നുള്ളതായിരുന്നു പരാതി. ഈ പരാതി നൽകി ദിവസങ്ങൾക്ക് ഇപ്പുറവും പോലീസ് ഒരു നടപടിയും എടുത്തില്ല. 24-ലൂടെ ഉൾപ്പെടെ ഈ യുവതി വാർത്തകൾ നൽകുന്ന അല്ലെങ്കിൽ ആ യുവതിയുടെ സങ്കടം പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനുശേഷമാണ് പോലീസ് ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ എന്തായാലും കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെത്തി മൊഴി രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം ഇന്നിപ്പോൾ വൈദ്യപരിശോധനയും പൂർത്തിയാക്കിയിരിക്കുകയാണ്. ദിൽന. റിനു ശ്രീധരാണ് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.